ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് അമി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മിക്സ്ഡ് വെജിറ്റബിൾ സബ്ജിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സവാള ഇതേപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റും ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ക്യൂബ്സ് ആയിട്ട് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്, ചെറിയ ക്യൂബ്സ് ആയിട്ട്. പിന്നെ നമ്മുടെ മസാല സെറ്റ് ഉണ്ട്, അത് എത്രയൊക്കെയാണെന്നുള്ള അളവ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമ്മളൊരു പാൻ എടുത്ത് വയ്ക്കുക, കുറച്ച് ഒരു 2 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ 1 സ്പൂണ് കടുക് ഞാൻ പൊട്ടിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് സമയം എടുത്തു, എനിക്ക് അധികം പെട്ടെന്ന് ചൂടായില്ലായിരുന്നു എൻ്റെ എണ്ണ. അപ്പോൾ അതൊക്കെ പൊട്ടി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓവറായിട്ട് നമ്മൾ വഴറ്റി ഗോൾഡൻ ബ്രൗൺ അങ്ങനത്തെ ഒരു പരുവൊന്നും ആക്കണ്ട, ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരണം, ഇതിൻ്റെ കളറൊന്ന് മാറി വരണം, ആ ഒരു പരുവം മതി. അപ്പോൾ ഞാനത് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ എൻ്റെ കളറൊക്കെ ഒന്ന് മാറി വൈറ്റ് കളർ, ഒരു ട്രാൻസ്ലൂസൻറ്റ് ഇതായിട്ട് ആ ഒരു ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ 2 ഇതിനാണല്ലോ അത്യാവശ്യം കൂട്ടത്തിൽ കുറച്ച് കുക്കിംഗ് ടൈം എടുക്കുന്ന 2 വെജിറ്റബിൾസ്. അപ്പോൾ ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്ത് അതിനേക്ക് പിടിക്കാനുള്ള ബാക്കിയുള്ള ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിതിനെ മൂടി വെച്ച് ഒരു 15 മിനിറ്റോളം ഞാനൊരു സ്ലോ ഫ്ലെയിമിൽ ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. സ്ലോ കുക്ക് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ ഈ 15 മിനിറ്റ്സ് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ഇതിനെ എടുത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, ഈക്വലായിട്ട് ആ ഒരു ഹീറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുമൊക്കെ, മൂട്ടി പിടിക്കാതിരിക്കാനും ഒക്കെ. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ ആ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഞാൻ ഒന്ന് അതിനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് 2ആയിട്ട് മുറിഞ്ഞൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെന്തോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ ഇതിപ്പം അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് എനിക്ക് കിട്ടിയൊരു ഐഡിയ ആയിരുന്നു. അപ്പോൾ ഇത് പാലക് ചീരയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് വേറൊരു കറിക്ക് വേണ്ടിയിട്ട് ഞാൻ പാലക്ക് മേടിച്ചായിരുന്നു. അപ്പോൾ ഇത് ബാക്കി വന്ന പാലക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിന്നപ്പോഴാണ് എന്തുകൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്തുകൂടാ എന്നൊരു തോട്ട് വന്നതും. അങ്ങനെ ഞാനിത് പെട്ടെന്ന് തന്നെ കഴുകിയെടുത്ത് ഞാൻ ഇതേപോലെ വലിയ വലിയ പീസസ് ആയിട്ട്, ഞാൻ തണ്ടോട് കൂടി തന്നെയാണ്, തണ്ടും കുറച്ച് വലിയ പീസായിട്ട് തന്നെ ഞാൻ ഇട്ടു. ഒരു 2 മിനിറ്റ് ഞാൻ അതൊന്ന് പെട്ടെന്ന് വെന്ത് വരാൻ, പാലക്കായോണ്ട് പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ 2 മിനിറ്റ് അങ്ങനെ മൂടി വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണില്ല, ആക്ച്വലി ഞാൻ പാലക്ക് ഇട്ടിട്ടുണ്ടോ എന്ന് പോലും ഇതിനകത്ത് മനസ്സിലാവുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ വോളിയൊക്കെ ഒന്ന് കുറഞ്ഞ് അതൊന്ന് ചുരുങ്ങി വന്നു. ഇനി ഈ ഒരു സമയത്താണ് നമ്മളിനി മസാലയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാനിതിന് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ 1/4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, പിന്നെ അതിന് ശേഷം 1/4 സ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ 1/4 സ്പൂൺ ക്യുമിൻ പൗഡർ, നമ്മുടെ ജീരകത്തിൻ്റെ പൊടി. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ മസാല എന്ന് പറയുന്നത് മിനിമൽ മസാലയാണ്, നമ്മൾ ഓവറായിട്ട് ഒന്നും കൂട്ടിയിടുന്നില്ല, എല്ലാം 1/4 സ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതായത് ഓവറായിട്ട് ഇതിൽ എരിവുമില്ല, ഓവറായിട്ട് മസാലയുടെ ഒരു കുത്തലും ഇല്ല. അപ്പം വളരെ മിനിമലായിട്ടുള്ള മസാലാസാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, ഒന്നും ഓവറല്ല ഇതിൽ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചമുളകൊക്കെ ഒന്ന് മാറിയ ശേഷം ഞാൻ ക്യാപ്സിക്കവും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കിണ്ണത്തിൽ കുറച്ച്, അതിൻ്റെ 1/2 കിണ്ണം വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. എല്ലാം ഒന്നൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട്, മസാലയൊക്കെ ഒന്ന് പിടിച്ചൊന്ന് ബൈൻഡായി വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒരു ലോ ഫ്ലെയിമിൽ ഞാനൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ എടുത്ത് നോക്കുമ്പം ഏതാണ്ട് ക്യാപ്സിക്കം ഒക്കെ ഓവറായിട്ട് കുക്കായിട്ടുമില്ല, എന്നാൽ അത്യാവശ്യം ഒന്നിങ്ങനെ വേവാൻ പോകുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, എന്നാലത് നല്ല ക്രഞ്ചി ആയിട്ടും കിടപ്പുണ്ട്. അപ്പം ആ ഒരു പരുവാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇപ്പം തന്നെ കാണുമല്ലോ, നല്ല രസമുണ്ട്, ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ളൊരു സബ്ജിയാണിത്. ചപ്പാത്തിയുടെ കൂടെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. ബസ്മതി റൈസിൻ്റെ കൂടെ ഇത് നമുക്ക് കുറച്ച് തൈരും കൂടെ ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിന് ശേഷം ഞാനിതിനൊരു ചെറിയ കപ്പിലേക്ക് ഞാനിതിനെ എന്ത് ചെയ്തു, ഞാൻ എടുത്തിട്ട് ഞാനിതിനെ ഒരു ഫോട്ടോഷൂട്ട് പോലെ ഇതിനെ പല ആംഗിളിൽ എൻ്റെ ഫുൾ പോസ്റ്റ് എന്ന് പറഞ്ഞ് എടുക്കുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു, ബൈ, ടേക്ക് കെയർ.